സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ സപ്പോർട്ട് ഓഫ് അതർ പീപ്പിൾ. എന്താണ് ഈ ലൈന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിനു മുന്നേ കഴിഞ്ഞ ഒരു മാസത്തിലെ അല്ലെങ്കിൽ ഈ ഒരു 2-3 ആഴ്ചയുടെ അടുക്ക് നിങ്ങളുടെ ചാനലിൻ്റെ വ്യൂസ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് അഭിപ്രായമുള്ള ആരൊക്കെയുണ്ട് അവരൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോസിൻ്റെ വ്യൂസ് കുറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ കണ്ടു, 1.18 സബ്സ്ക്രൈബേഴ്സുള്ള ചാനലാണ്. അവരുടെ വ്യൂസ് എന്ന് പറയുന്നത് 300-400 ഒക്കെയാണ്. അതേസമയത്ത് ചാനലുകൾ ഫ്രീസ് ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ സംഭവിക്കാറുണ്ട്. അതായത് അവരുടെ വ്യൂസ് നല്ല രീതിയിൽ കുറഞ്ഞിട്ട് 200-300 ഒക്കെ ആവും. പക്ഷേ ഈ ചാനൽ ഇട്ട ഒരാഴ്ച മുന്നേയുള്ള വീഡിയോക്ക് 30,000 ഉണ്ട്, അതിനുശേഷം ഉള്ളതിന് 60,000 ഉണ്ട്. അതുപോലെ ഈ 300 വ്യൂസിന് ശേഷം ഇട്ടതിന് 15,000 ഉണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇതിൻ്റെ കാര്യം ഞാൻ കണ്ടെത്തിയ അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. യൂട്യൂബ് ഈ ഇടക്കാലത്ത് ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പലരും അത് കണ്ടിട്ടില്ല. ഞാൻ പക്ഷേ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്. അതായത് നമുക്ക് നോർമലി വ്യൂസ് കാണിക്കാമെന്ന് ചെയ്യാം. അപ്പോൾ നമ്മളൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂസ് ഇത്രയാണെന്നാണ് കാണിക്കുക. പക്ഷേ അവിടെ കാണിച്ചിരുന്നത് കമൻസ് ആണ്. എത്ര ആളുകൾ കമൻറ്റ് ചെയ്തു എന്നാണ് കാണിച്ചിട്ടുണ്ടായത്. പക്ഷേ അത് 1-2 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വലിയൊരു പരീക്ഷണം എല്ലാം നടക്കുന്നുണ്ട്, അപ്ഡേറ്റ് നടക്കുന്നുണ്ട് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞൊരു വേർഡ് ഉണ്ടല്ലോ, എന്താണ് സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ സപ്പോർട്ട് ഓഫ് അതർ പീപ്പിൾ. ഈ ഒരു വേർഡിൻ്റെ മുകളിലാണ് യൂട്യൂബ് വർക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങളൊരു വീഡിയോ അവതരിപ്പിച്ചു. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളോട് സംസാരിക്കുന്നു. ഈ വീഡിയോയുടെ സക്സസ് ഡിപ്പെൻഡ്സ് ചെയ്യുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ മുകളിലാണ്, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സപ്പോർട്ടിൻ്റെ മുകളിലാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അനാവശ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ വീഡിയോസിൻ്റെ താഴെ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട്. ആ കമൻറ്റ് ചെയ്യുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് ഐഡിയപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. എന്നെ സപ്പോർട്ട് ചെയ്യൂ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ ചാനൽ ഇതാണെന്നും ഞാൻ ഇന്ന ആളാണെന്നും അതിനെക്കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് എന്ത് ചെയ്യാം, ചാനലിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതാവുമ്പോൾ സ്പാമായിട്ട് പോവില്ല. നിങ്ങളെക്കുറിച്ചിട്ട് ചാനലിനെ കുറിച്ചിട്ട് ഏകദേശം ധാരണ കിട്ടും. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരാൾ ഇതുപോലെ കമൻറ്റ് ചെയ്തു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊന്നും അവരോട് പ്രത്യേക ഒരു താല്പര്യം തോന്നി. ഞാൻ അവർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. അവർ ചെയ്യുന്ന എല്ലാ ചാനൽ വീഡിയോസിനും ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെയൊക്കെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ കമൻറ്റ്സ് ഇങ്ങനെ വരുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചാനലിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് കമൻറ്റ് ചെയ്യേണ്ടത്. സപ്പോർട്ട് ചെയ്യുമെന്ന് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാനിവിടെ പറഞ്ഞത്, നമ്മളെ വീഡിയോ കാണുന്ന ആളുകളിൽ നിന്നുണ്ടാവുന്ന സപ്പോർട്ടാണ് യൂട്യൂബ് മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇപ്പം നിങ്ങൾ എൻ്റെ ചാനലിൽ കണ്ടിട്ട്, എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിന് ലൈക്ക് അടിക്കുക, അതിന് കമൻറ്റ് ഇടുക, ഇതൊക്കെയാണ് ആളുകളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. യൂട്യൂബ് മനസ്സിലാക്കുന്നതും അതാണ്. അപ്പോൾ എത്ര ആളുകൾ ഇതുപോലെ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ ആ വീഡിയോകളൊക്കെ കയറിപ്പോകുന്നുണ്ട്. ഇപ്പം വ്യൂസ് എല്ലാവർക്കും ഡൗൺ ആണെങ്കിലും ഈ ഒരു കാര്യം സംഭവിക്കുന്ന വീഡിയോസ് മൊത്തം കയറിപ്പോകുന്നുണ്ട്. കാരണം എൻ്റെ ചാനലിലെ 2-3 വീഡിയോസ് എടുത്ത് നോക്കിയൊക്കെ മനസ്സിലാവും, അത് 15,000 5,000 ഒക്കെ ആയിട്ടുണ്ട്. പിന്നീടുള്ളത് 300-400 ഒക്കെ നിൽക്കുകയാണ്. ഇതൊക്കെയാണ് ഇതിന് മെയിനായിട്ട് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. അതായത് യൂട്യൂബിന് 2025 കൂടി സംഭവിക്കുന്നത് എന്താ അറിയോ? നമ്മൾ വീഡിയോ കണ്ട ആളുകൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഇനി മുതൽ അങ്ങോട്ട് വീഡിയോസ് കയറിപ്പോകാൻ ഞാൻ പറഞ്ഞു. അതിന് ഉദാഹരണം നിങ്ങൾ നോക്കിയാൽ മതി. ഇവർ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഓഡിയൻസ് വ്യൂവേഴ്സ് ഉള്ള ഫാൻസ് ആയിട്ടുള്ള കുറേ ചാനലുകളുണ്ട്. അവർക്കൊന്നും ഇതുവരെ വലിയ പ്രശ്നങ്ങളും വന്നിട്ട് ചെറിയൊരു ഡൗൺ ആയിട്ടുണ്ടെന്നാൽ പോലും അവർ അത്യാവശ്യം നല്ല രീതിയിൽ അവരുടെ വീഡിയോസൊക്കെ കയറിപ്പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അവർ കയറിപ്പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പോലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കമൻറ്റ് ഇടുന്നതിന് പകരം ജെന്യൂൻ ആയിട്ടുള്ള മറുപടികൾ കൊടുക്കുക, അല്ലെങ്കിൽ ആ അഭിപ്രായങ്ങൾ പറയുക എന്നാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷനാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ ചാനൽ ചെക്ക് ചെയ്യാൻ തോന്നുന്നു. ഞാൻ ചാനൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടത് കണ്ടന്റ് സജസ്റ്റിംഗ് ദിസ് വീഡിയോ എന്ന് പറയുന്ന ആ ഒരു സംഭവം നോക്കിയ സമയത്ത് ഇവരുടെ ടോപ്പിക്കായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് ടോപ്പിക്കുകളിലേക്കാണ് ഈ ഒരു വീഡിയോ പോകുന്നത്. അപ്പോഴെന്ത് ചെയ്യില്ല, അതിൻ്റെ ഓഡിയൻസ് ഒന്നും ഇത് കാണൂല. കാരണം അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ടോപ്പിക്കുകളാണ്. അത് ഇന്ത്യൻ ടോപ്പിക്കുകൾ പോലും അല്ല, ഏതോ ജാപ്പാനീസും അങ്ങനെയുള്ള സംഭവത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വ്യൂസ് കുറയും. ചിലപ്പോൾ ഇത് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ടെസ്റ്റ് ആയിരിക്കാം. അതായത് യൂട്യൂബ് ഇങ്ങനെ വൈഡർ ഓഡിയൻസിലേക്ക് എത്തിച്ചിട്ട് എങ്ങനെയാണ് ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഇതിന് പ്രതികരണം, ഇങ്ങനെയൊക്കെ നോക്കുന്ന ചില അപ്ഡേറ്റ്സ് ആയിരിക്കാം ഇതിൻ്റെ പിന്നിലെന്ന് തോന്നുന്നു. എന്തായാലും 2025 കൂടി ഇതിനൊക്കെ ഒരു പ്രോപ്പർ മാറ്റം വന്നിട്ട് മുന്നോട്ടേക്ക് പോകുന്നു കരുതുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെറിയൊരു മോട്ടിവേഷൻ എന്ന രൂപത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, അതായത് ഞാൻ ഈ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു ബുക്കിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അവർ പണ്ട് ബഹിരാകാശത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ട് റോക്കറ്റും ഇതൊക്കെ ആക്കുമല്ലോ. അപ്പോൾ ഈ സംഭവങ്ങളാക്കിയിട്ട് ഇതെന്ത് ചെയ്യും, ഒരുപാട് നാളത്തെ പരിശ്രമമാണ്. അതായത് ഒരു വർഷത്തെയോ അല്ലെങ്കിൽ 1-2 വർഷത്തെ പരിശ്രമമാണ് ഇതൊന്നും ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ. ഇത് ആക്കിയ ശേഷം ഇവരെന്ത് ചെയ്യും, ഇതിനെ വിക്ഷേപിക്കും. അപ്പോൾ പല കാലങ്ങൾ കൊണ്ടും ഇത് ആകാശത്തു നിന്ന് ഫെയിലിയർ ആവും, പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ താഴോട്ട് പതിക്കുകയോ ഒക്കെ ചെയ്യും. ആ സമയത്ത് എന്താ ചെയ്യുക,
ഈ മീഡിയാസ് മുഴുവൻ ഇവരെ ഭയങ്കരമായിട്ട് വിമർശിക്കും. ഇവിടെ സംഭവിക്കുന്ന അവരുടെ 2 വർഷത്തെ പരിശ്രമമാണ് മൊത്തത്തിൽ തകർന്നിട്ടുള്ളത്. അതിൻ്റെ ടെൻഷൻ അവർക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. ആ ഡിപ്രഷനിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു മീഡിയാസും കൂടിയിട്ട് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും എന്നാണ് ഞാനതിൽ വായിച്ചത്. അപ്പോൾ ഞാനിതിവിടെ പറയാൻ കാരണം, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയൊന്നും പ്രശ്നങ്ങളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു 20-30 മിനിറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ട്രാവൽ വ്ളോഗൊക്കെ ആണെങ്കിൽ അവിടെ വരെ പോയൊരു സമയം നഷ്ടപ്പെടായിരിക്കും. പക്ഷേ നിങ്ങൾ അതിനെ കൊണ്ട് അങ്ങനെ ഡൗൺ ആവുന്ന ആവശ്യമില്ല. കാരണം നിങ്ങൾ ഇതൊക്കെ കമ്പയർ ചെയ്താൽ മതി. വർഷങ്ങളോടെടുത്ത് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ ഫെയിലായി പോകുന്നു. അതുപോലെ ഫിലിംസ്, അതായത് സിനിമകൾ എടുക്കുന്നുണ്ടല്ലോ, സിനിമകളൊക്കെ എത്ര ആർട്ടിസ്റ്റുകൾ ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്, എന്നിട്ട് അത് പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന നമുക്ക് അത്രയൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒരു വീഡിയോ പരാജയപ്പെട്ട് ഒരു വീഡിയോക്ക് വ്യൂസ് കുറവാണെന്ന് വെച്ചിട്ട് നിങ്ങളത് മുഴുവനായിട്ട് വിട്ടിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ട്രൈ ചെയ്യാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ വീഡിയോസും ഒരേപോലെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഫെയിലർ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ കണ്ടെത്താൻ നോക്കുക. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതാണ് പറഞ്ഞത്. എന്തുകൊണ്ട് എൻ്റെ വീഡിയോസ് ഫെയിൽ ആവുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു റീസൺ എന്ന് നിങ്ങൾ കറക്റ്റ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഫെയിലറിനെ ഓവർകം ചെയ്തുകൊണ്ട് ചെയ്യുക. എന്നാൽ മാത്രം സക്സസ് ആവുള്ളൂ. അല്ലാതെ ഒരേ പാറ്റേണിൽ നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കതൊരു സക്സസ് കൊണ്ടുവരാൻ സാധ്യതയില്ല. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, 2025 കൂടി ആവുന്നത് കൂടി നമ്മുടെ യൂട്യൂബിൻ്റെ അൽഗോരിതം ഒക്കെ ചേഞ്ച് ആവുകയാണ്. ഒരു 3 മാസം കൂടുമ്പോൾ അൽഗോരിതം ചേഞ്ച് ആവുമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കൊന്നും എന്തോ ഒരുപാട് അപ്ഡേറ്റ്സ് പുതുതായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ ആദ്യം പറഞ്ഞ വാക്കാണ്, നമുക്ക് സക്സസ് ആവണമെങ്കിൽ നമുക്ക് ആളുകളുടെ പിന്തുണ കൂടിയേ പറ്റൂ. അപ്പോൾ ആളുകളുടെ പിന്തുണ കിട്ടുന്ന രീതിയിൽ അവരുടെ മൈൻഡുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ വേണം വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വീഡിയോസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും, കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അതൊക്കെ മാക്സിമം നിങ്ങൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക. അതുപോലെ ഞാനിപ്പോൾ പുതുതായിട്ട് ഓരോരോ ടോപ്പിക് ബേസ് ആയിട്ട് ഇപ്പോൾ കുക്കിംഗ് ചാനൽ ചെയ്യുന്നുണ്ടാവും, ട്രാവൽ വ്ളോഗ് ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ പിന്നെ നമ്മൾ ഹോം ടൂർ ചെയ്യുന്നുണ്ട്, അങ്ങനെ പല വിഷയങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് സ്പെസിഫിക് ആയിട്ട് ഓരോ ടീമിനും പ്രത്യേകം വീഡിയോ എഡിറ്റിങ്ങിൻ്റെയും വീഡിയോ എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെയും ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ തമ്പനയിലെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ ഇനി ഒരു ചാനലും, എൻ്റെ ചാനലെന്നല്ല ഒരു ചാനലും മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് ജെന്യൂനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.